ഇന്ന് നമ്മള് വയനാട്ടിലേക്ക് ട്രിപ്പ് പോവാണ്. നമ്മള് കസിൻസ് എല്ലാരും കൂടിയാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഇപ്പൊ ഞങ്ങള് എന്തെടുത്ത് അടിവാരോ അല്ല ഈങ്ങാമ്പുഴ വൈറ്റ് ഹൗസ് എത്തിട്ടോ. ഞങ്ങള് വീട്ടിൽ നിന്ന് ഒരു 5:30 ആകുമ്പോ ഇറങ്ങി. പിന്നെ എല്ലാരും കൂട്ടി ഇപ്പൊ ഒരു 7 മണിയായി. എല്ലാരും ഇത്ര ആൾക്കാരുള്ളത്. ഇനിയും കുറെ ആൾക്കാർ വരാനുണ്ട്. പക്ഷെ അതൊന്നും വന്നില്ല. ഓരോന്ന് പറഞ്ഞിട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോയിരിക്കാം. നമ്മൾ ഈ ട്രിപ്പിൽ തന്നെ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാട്ടോ. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തില്ല. ഇതിന്റെ മുന്നേ ഞങ്ങള് മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്യാണ്. നമ്മളിപ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വൈറ്റ് ഹൗസിൽ നിന്ന് നല്ല അടിപൊളി ദോശയല്ല നമ്മള് പൊറോട്ട. ഞാൻ വെള്ളക്കോട്ട കഴിച്ചത്. ബാക്കി എല്ലാവരും പൊറാട്ടയും പിന്നെ പൂരി. എന്താണ് അടിപൊളി ഫുഡ്, നല്ല ചിക്കൻ കറി കേട്ടോ. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ച് ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ഒന്നെങ്കിൽ കുറുവാദ്വീപ് അല്ലെങ്കിൽ തുഷാരഗിരിയിലാണ് വിചാരിക്കുന്നത്. കാരണം ചെക്കിൻ 2 മണിക്ക്. അപ്പൊ അതുവരെ സമയം കുറെ ഉണ്ട്. അപ്പം എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്നാ വിചാരിക്കുന്നത്. എവിടെയാ നമ്മൾ അടുത്ത് പോവാ? തുഷാരഗിരി. കമോൺ ഗൈസ്. തുഷാരഗിരി പറഞ്ഞോ. ഇത് നമ്മളുടെ ടീച്ചറാണ് കേട്ടോ. ഞങ്ങളിവിടെ ഒരു സ്കൂൾ ട്രിപ്പ് കൊണ്ടുവരുന്നത്. അവിടെ പോകരുത്, ഇവിടെ പോകരുത്, ഫുഡ് അത് കഴിക്കണം ഇത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ബീർ അടിക്കാനാണ് ഗൈസ് ഇവരൊക്കെ പ്ലാൻ? ഒരു ക്രിസ്മസ് ആയിട്ട് നമ്മൾക്ക് ബിയർ വേണ്ട ഗൈസ്. വേണം. ഏതാണ് ഫോട്ടോ എടുക്കണം. എന്നാ പിന്നെ അവിടെ പെറുക്കി കൊണ്ടേ പോലെ ബീറിന്റെ കുപ്പി ഫോട്ടോ എടുക്കാനാണെങ്കിൽ. ജമിനി ആടെ തരും, വെറുതെ കഷ്ടപ്പെടണ്ട. അയ്യപ്പകൾക്ക് കൂടി പോയാലോ? ഇവിടെ അയ്യപ്പകൾക്കുണ്ട്. ആ മുമ്പ് ഫ്രഷ് മതി. ഇവിടെ അയ്യപ്പകൾക്കുണ്ട്. കണ്ട ചോറ് പോവേനി. തള്ള വൈബേ ഒന്ന് ചവിട്ടി പുറത്താക്കട്ടെ. വയർ നിറച്ചേ പറയും. എന്താ തള്ളവൈബായി തന്തവൈബായി കണ്ണുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണനാണ് ഈ കുടുംബത്തിന്റെ നാഥൻ. നിലവിളക്ക് ഇതാണ് നിലവിളക്ക്. കാരണവരാട്ടത്. കല്യാണം ഉണ്ട്, എല്ലാരും വരണം കേട്ടോ. ഡേറ്റ് പറയേ, എല്ലാരും ക്ഷണിക്ക്. ഞങ്ങളെ ഓഡിയൻസിന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ക്ഷണിക്ക്. 590 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരൊക്കെ വിളിക്ക്. ഡേറ്റ് കൺഫേം ആയിട്ട് പറയട്ടോ ഗൈസ്. കല്യാണത്തിന് ബാച്ചുലർ പാർട്ടി വെച്ചാലോ? അങ്ങനത്തെ ഐഡിയ. അത് മാത്രം. ബാച്ചിലേഴ്സ് മാത്രം. കുത്തിയതാണ്. കല്യാണം കഴിഞ്ഞാല് നിങ്ങൾ ഇതിൽ പെടുവേ ഗൈസ്. കുറെ തെണ്ടികളിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇത്രയും കാലമായിട്ട്. അതിലൊരു തെണ്ടിയാണ് ഇരിക്കുന്നത്. നോക്കട്ടെ, ഞാൻ യൂട്യൂബ് എടുക്ക്. ഞാൻ തെണ്ടിയല്ല, ഞാൻ ആര്യൊക്കെ രക്ഷപ്പെട്ടു. നെക്സ്റ്റ് ഫോൺ കണ്ടോ? വെറുതെ ഇല്ല ഉണ്ടാക്കി. നെക്സ്റ്റ് ഫോൺ അഞ്ചു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല. സനിക. എന്റെ സനിക സസിക സെനിക വരിക. ഛർദി ടീമാണ് എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ബാക്കിലൊക്കെ ഇരിക്കുന്നത്. ഇവരില്ലേ വാവ് പറഞ്ഞു ഇവരോട് ഒന്ന് ഡിസ്ട്രാക്ട് ആക്കാൻ വേണ്ടിട്ട്. എത്രയാ കൂട്ടാ പറഞ്ഞാല്? 1000 ഇല്ല, 5000 into 18 കൂട്ടാൻ പറഞ്ഞു. കൂട്ടിയോ? ഇൻഡ് ചെയ്യാൻ പറഞ്ഞു. 5000 into 18 കൂട്ടിയോ? ആൻസർ കിട്ടിയോ? എത്രയാ? 9000. 9000. മാമ പറഞ്ഞത് 9000. ഞാൻ മാറ്റൂലല്ലേ? 5000 into 18 9000 അല്ലേ കേട്ടോ. അപ്പൊ നമ്മള് തുഷാരഗിരി എത്തി. കളിക്കാൻ പോട്ടെ ഗൈസ്. എന്താ ഗെയിം വെച്ചാല്
ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഉത്തരം പറയാം. അതിന്റെ ആൻസറേ ആവരുത്. അതാണ് ഗെയിം. പേരെന്താ? അത് ആൻസർ അല്ലേ? ആൻസർ പറയരുത്. ഞാൻ ഇങ്ങോട്ട് പോവാണ്, അങ്ങനെ എന്തെങ്കിലും, ഞാൻ ചാടാണ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയണം. അതായത് അതുമായിട്ട് ബന്ധേ ഉണ്ടാവരുത്. ഓക്കെ, ഈ എന്താ ചെയ്യണേ? ഞാൻ കല്യാണം കഴിക്കാം. അതാ വിവരമില്ലാത്ത ആൾക്കാരാണ് കളിക്കാറില്ല നമുക്ക് ഈ കളി. നമുക്ക് ഇവിടെ പാർട്ട്ണർ ചോദിക്കാം ഈ ഗെയിം. പാർട്ട്ണർക്ക് എങ്ങനെ വിവരം ഉണ്ടോ നോക്കാം. ഇവിടെ കൂടെ കൂടിയിട്ട് അതും അങ്ങനെ ആയ നോക്കാം. അവലെന്താ പറയും? ആ നിങ്ങളെന്നെ ആരാ ഈ പാർട്ട്ണർ? ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ. എന്താ ചെയ്യണേ? എന്താ ചെയ്യ? വേഗം വേണം, പെട്ടെന്നായിട്ട് ഉത്തരം വരണം. എങ്ങോട്ടാ പോണേ? ഫോണിലെന്താ ഉള്ളത്? രണ്ടും കണക്കാണ്. ഓക്കെ, നമുക്ക് ആയിരിക്കും ലാസ്റ്റ് ചാൻസ് കൊടുക്കാം. എന്താ ചെയ്യണം ഇപ്പൊ? ഓക്കെ ഗൈസ്, ഗെയിം ക്യാൻസൽ. ഞാൻ ഫോണ് കളിക്കാം. ഫോൺ എന്താണ്? ഞാൻ വീട്ടിലേക്ക് പോവാ. വീട്ടിലെവിടെയാ? വീട് എവിടെയാ? എനിക്ക് കൊക്ക കളിക്കാറ്. ഒക്കെ എങ്ങനെ കളിക്കാം? എനിക്ക് പാട്ടൊക്കെ ഇഷ്ടമാണ്. ഏത് പാട്ടാ ഇഷ്ടം? സിനിമ ഭയങ്കര രസമാണ്. ഏത് സിനിമ ഇഷ്ടം? റിംഗ്. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി, തുഷാരഗിരി. തുഷാരഗിരി ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ പോയില്ല കേട്ടോ. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ, ഇവിടെ കുറേ ഫോട്ടോ എടുത്ത് നല്ല രസമുണ്ട്. ഫോട്ടോ രസം വിചാരിക്കുന്നു കേട്ടോ. കുറച്ച് എഡിറ്റ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. എന്തായാലും അടിപൊളിയാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇനി നമ്മള് അതെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് റീൽസ് എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് വീഡിയോസ് നോക്കി. അപ്പൊ ഇവിടെ ഫെയിലായി, ഞങ്ങൾ പോയി ഗൈസ്. അപ്പൊ പിന്നെ കിട്ടി കഴിഞ്ഞ് ഇവര് വെറുപ്പിക്കും, റീൽ എടുക്കാന്ന് സമ്മതിക്കൂലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പ്ലാൻ ഡ്രോപ്പ് ചെയ്ത് വിചാരിച്ചു. ഈ റിസോർട്ടിൽ പോയിട്ട് കുറെ റീൽ സെറ്റ് ആക്കാനുള്ളതാ. തുഷാരഗിരി കണ്ടില്ല, എന്റെ ഫസ്റ്റ് തുഷാരഗിരി. ഗൈസ്, കൺട്രി പീപ്പിൾ ഞങ്ങളെ കൂടുതലുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ തുഷാരഗിരി കാണാൻ പോവാണ്. ഐ ആം നോട്ട് എ കൺട്രി പീപ്പിൾ. എനിക്കറിയില്ലവരാര്. നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ പോകുന്നില്ലാന്ന്. ആ പ്ലാൻ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മാറ്റി. ബിക്കോസ് ഇവിടെ ഞങ്ങളെ കൂടുതൽ ആരും കണ്ടില്ല. ഞങ്ങൾ അഞ്ജുവിന്റെ ആഗ്രഹപ്രകാരം ഞങ്ങള് തുഷാരഗിരി കാണാൻ പോവാണ് ഗൈസ്. അയ്യോ, ഞാൻ ഒരു നിമിഷം പേടിച്ചു. എന്നാലും അത് മേല് കേറിയപ്പോഴേ ഭാവി ഓടല്ലേ ഓടല്ലേ. ഡ്രൈവർ സുഗു. സുഗു ഡ്രൈവർ. പറയൂ. മൂട്ടില് ചാണ് ഇറച്ച വരുന്നത് ചെയ്യണതായി പോകും. നമ്മള് തുഷാരഗിരിന്ന് റിട്ടേൺ ആണ്. ഞങ്ങളവിടുന്ന് ഒന്നും ചെയ്തില്ല, കുറച്ചേരം അഞ്ചു വെള്ളത്തിലിറങ്ങി. അവിടെ അങ്ങനെ കാലും നീട്ടിയിരുന്ന് അഞ്ചു ആരും അമലേട്ടന് വെള്ളത്തിലിറങ്ങി. ഞങ്ങളൊക്കെ അങ്ങനെ ആസ്വദിച്ച് കുളിച്ച്. അവിടെ ആരും കുളിച്ചിട്ടില്ല, കുറച്ച് തമിഴന്മാര് മാത്രമേ കുളിച്ചിട്ടുള്ളൂ. അത് ഓള് കണ്ട് ആസ്വദിച്ചു. ഇവിടെ ആരെയാണ് ആസ്വദിച്ചത്? ഓടെ ഫോട്ടോ എടുക്കുക എന്തോ ചെയ്യാം. ഓളുടെ അയാളെ പോയി ഇങ്ങനെ മുഖത്ത് നോക്കിക്കണേ. ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഡീസന്റ് ആയിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നു. ഞങ്ങൾ വെണ്ണാത്തൊടിക്കാരൊക്കെ ഡീസന്റ്, ഞങ്ങൾ അങ്ങനെ ആസ്വദിക്കും പ്രകൃതി ഭംഗി. ഇവരെ പോലെയല്ല, പ്രകൃതി രമണി ഇങ്ങനെ ആസ്വദിക്കായിരുന്നു ഞങ്ങള്. പ്രകൃതി രമണീനെയാണ് ആസ്വദിക്കണെന്നുള്ളൂ. Hey guys, നമ്മള് വയനാട്
നമ്മളിപ്പം ഒരു തട്ടുകടയിലാണ്. ആര് രാവിലെ ഫുഡ് മര്യാദയ്ക്ക് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഫുഡ് കഴിപ്പിക്കാൻ കൊണ്ടുവന്ന ആര്യക്ക് ഇവിടുന്ന് ആകെ 3 കിലോമീറ്റർ ഉള്ളൂ റിസോർട്ടിലേക്ക്. നമ്മുടെ ഐസൂർ കൂട്ടിയല്ലേ അഞ്ചിനൊപ്പം ഇവിടെ എടുത്താ 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ നമ്മള് ഇനി പോവാൻ പോകുന്നത് മിൽട്ടണിലേക്കാണ്. മിൽട്ടണിൽ പോയിട്ട് മന്തി ഞങ്ങൾ പാർസൽ വാങ്ങാന്നാ വിചാരിക്കണത്. കാരണം ഇപ്പൊ സമയത്തിലായി 12 അത്രേ ആയിട്ടുള്ളൂ. അപ്പം ഇപ്പൊ വിശക്കുന്നില്ല, മന്തി കഴിക്കാനുള്ള അത്രയും വിശപ്പ് ഇപ്പൊ ഇല്ല. അതുകൊണ്ട് കുട്ടിയല്ല ഇപ്പൊ കഴിച്ചേ. ഇവളിപ്പോ ബൂസ്റ്റും എന്താ കണ്ണൂരപ്പം എന്തോ കഴിച്ചതാട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ വിശക്കുന്നുണ്ട്. ഇത് ഭയങ്കര കുത്തനുള്ള ഇറക്കത്തിലാണ് നമ്മുടെ റിസോർട്ടുള്ളത്. ഗൈസ് ഫൈനലി വി ഹാവ് റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ വൈത്തിരി റെട്രീറ്റ്. അതാണ് നമ്മുടെ റിസോർട്ട്. ഇവിടെ അത്ര തണുപ്പൊന്നും ഇല്ല ആക്ച്വലി. നമ്മള് നല്ല തണുപ്പുണ്ടാവും വിചാരിച്ചു. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ വഴിയില്ലേ അങ്ങനെ കുത്തനിറക്കം വരുന്ന ആ വഴിയാട്ടോ ഞങ്ങൾ വന്നത്. നമ്മുടെ വ്ളോഗർ പൂളിനെ കുത്തി നോക്കാൻ പോവാണ്. അതെ പകുതിയായി. അതെ എടുത്തിരി കൂടെ വെള്ളൂരടിക്കും. ഞങ്ങൾ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാണ്, ബോഡിക്ക് സെറ്റ് ആക്കാണ്ട്. ഇതാണ് ആ ബോഡി. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഈ നമ്മൾ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോവാൻ കേട്ടോ. നമ്മളെ റൂമൊക്കെ സെറ്റായി എന്നവരൊന്ന് പറഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ 2ാമത്തെ റൂം ഗൈസ്. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് എടുത്ത് വരണം. ഫസ്റ്റ് തന്നെ മന്തി മുഖ്യം. സോ നമുക്ക് പോയിട്ട് ഫസ്റ്റ് ബാഗൊക്കെ എടുത്ത് വരണം. ഇവിടെ നോക്കിയാൽ നമ്മളുടെ പൂള് കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു ഏരിയ നോക്കിയാൽ മതി. അപ്പോൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് പ്രൈവറ്റ് പൂളല്ല. സോ ഈ കുറേ ആൾക്കാർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം എല്ലാവരും കൂടെ വന്നാൽ ഒരു ചടപ്പാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കിയിട്ട് പോവാം ആരൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. രണ്ട് ഹണിമൂൺ കപ്പിൾസ് ഉണ്ട് നമ്മളെ കൂടെ വന്ന. ഇവരിവിടെ കിടന്ന് സമയം നോക്കാൻ വന്നു, ഉറങ്ങി സമയം തീർക്കാൻ വന്നതാ. അടുത്തതായിട്ട് നമ്മൾ പൂളിൽ പോകാൻ പോവാണ്. ഞങ്ങൾ രാത്രി പൂളിൽ ഇറങ്ങാന്നാ വിചാരിച്ചേ, പക്ഷെ ഇപ്പൊ തീരെ തണുപ്പില്ല. അപ്പൊ വിചാരിച്ചു ഇപ്പൊ തന്നെ ഇറങ്ങാന്ന്. കണ്ണ പല ആംഗിളിൽ നിന്ന് ഇറങ്ങി നോക്കുകയാണ്. തണുപ്പ് കണ്ണ മുങ്ങി. അപ്പൊ ഇവിടെ എല്ലാരും കൂടെ നീന്തൽ മത്സരം നടത്താൻ പോവാണ്. നമുക്ക് നോക്കാം ആരാ ഫസ്റ്റ് ആവാന്ന്. കണ്ണൻ അവളുടെ വിന്നർ കണ്ണൻ. ബാക്കി 2 എണ്ണം നടുവിൽ സ്റ്റക്കായി പോയി.
എല്ലാരും ഉറങ്ങണ ഗൈസ് ഇവരൊക്കെ നന്നായി ടീംസ് ഗൈസ് എല്ലാരും ഉറങ്ങുന്ന ഗൈസ് ഞാൻ ഓർമ്മല്ല ഇവരുടെ ഗെയിം കളിക്കാൻ വേണ്ടി ആരും വരുന്നില്ല എല്ലാരും കിടന്നുറങ്ങണം റിംഗ് മാസ്റ്ററില്ലേ അതൊരു സരസമ്മ സരസമ്മ ഇത്രയുള്ള പേര് ഓക്കെ അപ്പൊ അഞ്ജുവിന്റെ പേര് സരസമ്മ സെറ്റ് നല്ല പേര് പറഞ്ഞി ആ മതി ഞാൻ ആര്യന്റെ പേര് ശ്യാമളയാ ശ്യാമ കുറച്ചും കൂടെ ന്യൂജൻ ആയി പോയി അവനോട് എന്താ വിളിക്കുന്നേ പൊന്നോ പൊന്നോട്ടനാ നമുക്ക് പൊന്നു പേരുണ്ട് എന്നാ പിന്നെ നമ്മളുടെ ഉണ്ടോ 5 മാത്രം ഇട്ടാ മതി ആരിക്കല്ല അമലേട്ടന് പൊന്നൂന്ന് വിളിക്കുക പൊന്നുട്ടെന്ന് വിളിക്കുക അല്ല വീട്ടിൽ ആൾക്കാരെന്താ പൊന്നൂന്ന് വിളിക്കുക അമ്മയൊക്കെ പൊന്നുമോനെ ആര് പൊന്നുമോനാണ് ഈ പൊന്നുമേ അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ എന്താ വിളിക്കുക പൊന്നു ആർക്കും അറിയില്ല നാട്ടിലത്തെ ഫ്രണ്ട്സ് ഒക്കെ ഇവക്ക് നല്ല എടാ മോൻ കാണിക്കലോ എടാ കാണിക്ക് എന്താ അഞ്ചു കൈ എടുത്താട്ട് ഇവൾക്ക് നിക്നെയിം ഒന്നും ഇല്ല നിങ്ങൾ നല്ലൊരു നിക്നെയിം നാടൻ നിക്നെയിം പറഞ്ഞു തരുമോ ഞങ്ങൾ എല്ലാരും ഇവിടെ കാത്തു നിൽക്കുകയാണ് ടീംസ് കൊള്ളുണ്ട് നിങ്ങൾ വേഗം പറയൂ അതിന്റെ ഓർമ്മ ജെമിനി പേര് തപ്പാൻ പോയതാ സംസാരിക്കൂ ജെമിനിക്ക് ആകെ ഡൗട്ടായി പോയി. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഞങ്ങള് സ്വിഗ്ഗിയിൽ നിന്ന് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. എല്ലാവർക്കും ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനാ. ഓക്കെ, ഫ്രൈഡ് റൈസ് മാത്രമാട്ടോ ഓർഡർ ചെയ്തത്. 5 ഫ്രൈഡ് റൈസ് വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാം. കാരണം കുറച്ചും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ തണുത്ത് പോകില്ല. അപ്പം ഞങ്ങൾ വേഗം തന്നെ കഴിച്ചിട്ട് ഇനി കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കണം. അടുത്ത ചാലഞ്ചിലേക്ക് പോവാണ്. ഡു ദി ഓപ്പോസിറ്റ് ചാലഞ്ച് ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗയ്സ്, ആർ യു റെഡി? റൈറ്റ് ലെഗ്. എനിക്ക് റൈറ്റ് ആയിട്ട് മനസ്സിലാവില്ല ഇപ്പൊ ഇവിടുന്ന്. ഇത് പിന്നെ ലെഫ്റ്റ്. അപ്പൊ നിങ്ങളെ ലെഫ്റ്റ് പുറത്താലേ. ഓക്കെ, അമിതായിട്ട് അങ്ങോട്ട് കേറി. അമിതായിട്ട് കാണാനില്ല. ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്. വാ വാ, സമയം എടുത്ത് വാ പോ, വാട്ട് 5 പോ. സിറ്റ്, സ്റ്റാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ലെഗ്, റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ലെഗ്, left leg, right hand, right leg, sit, stand, lay down, left hand. Nimda. Nimda. Please take. Nimda, please tell me blah blah blah.
പറയാലോ? പറയട്ടെ. ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ആൾക്കാർ ഓടി വരും. ഇതല്ല കേട്ടോ. സ്വപ്നം കാണാറുണ്ടോ നീ? സ്വപ്നം കാണാ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇപ്പൊ സമയം 9 മണിയായി. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളൊരു 7 മണിയൊക്കെ ആകുമ്പോ എണീറ്റിക്കണ് ഇല്ലേ? ഞാൻ 6:30 ആകുമ്പോ എണീറ്റിക്കണം. നിങ്ങളൊന്നും എണീച്ചില്ല. ഞാൻ പിന്നെ എന്നിട്ട് മൂത്ര വെച്ച് കിടന്നു. ഞാന് 6:30 ഒക്കെ ആകുമ്പോ അറിഞ്ഞിക്കണുണ്ടോ. പിന്നെ ഇന്നലെ എടുത്ത കുറച്ച് വീഡിയോസ് കണ്ടിങ്ങനെ ചിരിക്കല്. പിന്നെ ഇപ്പം എല്ലാവരും എണീക്കുമ്പോഴത്തേക്ക് ഒരു 7 മണി ആയിക്കണ്. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്ന് ഇപ്പം 9 മണിയായി. അപ്പം അവര് ബ്രേക്ക്ഫാസ്റ്റ് ആയി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ ഗൈസ്. പിന്നെ ഇന്നലെ നമ്മൾ രാത്രി എത്ര മണിക്ക് വാങ്ങി? 12 കഴിക്കണേ. ഇന്നലെ ഞങ്ങള് ഇന്നലെ രാത്രി കുറേ ഗെയിംസ് കളിച്ചിട്ടോ. ഇൻസ്റ്റയിൽ കണ്ട കുറേ ഗെയിംസ് കളിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമ്പ് ഫയറിന് പോയി. ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പം ഓരോ കൂടി അപ്പം ഞങ്ങൾക്കൊരു രസമില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വേറെ താഴെ പാർക്കിംഗ് ഏരിയ പോയിട്ട് അവിടെ പാട്ട് വെച്ചിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുക ചെയ്ത്. ഞങ്ങള് വൈബാക്കി. അല്ലാണ്ട് അവിടെ ഒരു രസമില്ല. ഇനി അമിതായിട്ട് പറയുമ്പോഴടുത്ത് കാര്യങ്ങള്. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. രാവിലെ നല്ല കോട ഉണ്ടെന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ അപ്പൊ നീച്ചില്ലേ, ഞാൻ റൂമിൽ തന്നെ പറയാൻ തോന്നുന്നുണ്ടല്ലോ അത്. പിന്നെ പറയാൻ ആൾ നീച്ച പോലെ പോയതാ. ഞാൻ അമ്മ കോടയാലോ പൂണൊന്നും കാണല്ലേ പോകാൻ തീട്ട് വരെ. എന്നാ അപ്പൊ വിളിക്കണ്ടേ? എന്നാ വീട് എടുക്കേനി. ഈ അമിതായിട്ട് പറഞ്ഞ ഇന്ന് രാവിലെ പൂളി ചാടും. എന്ത് ചാടത്തങ്ങള് വർക്കൗട്ട് ചെയ്യണ ബോഡി സെറ്റ് ആക്കാണല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ പോവാം. എന്തൊക്കെയാ അവിടെ ഉള്ളത് നോക്കി വരാം. നോക്കി വരില്ല, തിന്നു വരാം. ഇവിടെ മലയാളീസ് ആയിട്ട് ഞങ്ങള് മാത്രമല്ല ആക്ച്വലി. ബാക്കിയൊക്കെ കൂടുതലായിട്ട് കർണാടക ഫാമിലി ആയിട്ടുള്ള. കർണാടക ഞാൻ ഇവിടെ കണ്ടതൊക്കെ ഇന്നലെ ഞങ്ങൾ ക്യാമ്പ് ഫയറിന് പോയപ്പോ അവിടെ മൊത്തം ഒരു കർണാടക ആ ഫാമിലീസ് ഉള്ളത്. അമിതയുടെ ഫുഡ് ചെയ്യാവോ? ഞാൻ ഒരു കുറ്റി പുട്ടു, 4 കോഴിമുട്ടി. കണ്ണ പോയി ചോദിക്കും ഗൈസ്, ഇവിടെ കോൺഫ്ലെക്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞങ്ങൾ. പേര് പോയി ഡിപ്രഷനിലടെ മുഖത്തൊക്കെ ഡിപ്രഷനില്ല. എന്താ ചെയ്യൊന്നും പോയാലോ പറയണ്ട്. ആര് ചോദിച്ചേ? ആര് അവിടെ ഫുഡ് എടുക്കാൻ വന്ന ആളടുത്ത് ചോദിച്ചു. അല്ല ഓക്ക് ചൂടായി. അവിടെ തന്നെ വെച്ചോന്ന്.
ഈ പറ്റിയൊരു ടേബിളിന്റെ പറഞ്ഞേ അവിടെ വെച്ചോളാൻ പറഞ്ഞു എന്നോട്. പെണ്ണല്ലേ പറഞ്ഞേ പെണ്ണൊന്നും പറഞ്ഞില്ല, ഓള് സ്വിച്ച് പോയിട്ടുള്ളൂ. ഓളെ ബാക്കിൽ പറഞ്ഞേ അവളൊന്നും പറഞ്ഞില്ല, ഓനെ പറഞ്ഞു. അല്ല ഓനെ സ്വിച്ച് പിടിച്ചു. പിന്നെ ഓൻ വശമായി. ഓനെ കണ്ട സപ്ലയർ ആയിട്ടാ തോന്നിയത്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചതിന് ഇനി ട്രക്കിങ്ങിന് പോകാൻ പോവാണ്. അപ്പം ഞാൻ ഷൂ ഇടാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വന്നതാണ്. ഓരൊക്കെ താഴെ നിൽക്കുന്നത്. ഐ തിങ്ക് ഒന്ന് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ട് വരാം. മിക്കവാറും വെയിലുണ്ടാവും. ഇപ്പോൾ തന്നെ ഇവിടെ ഏകദേശം വെയിലായി തുടങ്ങി. തണുപ്പുണ്ടെങ്കിലും ഒരു വെയിലുണ്ട്. അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് വരാം. അങ്ങനെ എല്ലാവരും റെഡിയായി. നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് പോവാണ്. ഇതിനെ കുറിച്ചാണ് ബാക്കിൽ പറഞ്ഞത്. ഇതിന് കുറച്ച് നടക്കാനുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ അവിടെ ഉള്ള ജോലിക്കാരനാണ് ആക്ച്വലി ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ട്രക്കിംഗ് ഏരിയ ഉണ്ട്, രാവിലെ ഒരു ഫാമിലി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. മാനിയൊക്കെ കാണാൻ പറ്റുന്ന പറഞ്ഞത്. വല്ല പുലിയാണോ വരിക അറിയില്ല കേട്ടോ. വേറൊരു സ്ഥലത്ത് പോയപ്പോൾ മോനിങ്ങനെ പുലിൻ്റെ കാൽപ്പാടൊക്കെ കണ്ടിക്കണല്ലോ. അപ്പം ഇവിടുന്ന് കുറച്ച് എത്ര 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തോ ഒരു വഴിയൊക്കെ നമുക്ക് ഫോട്ടോ ആക്കി അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൾ ചെയ്യാൻ വേണ്ടി നമ്പറും തന്നിട്ടുണ്ട്. എങ്ങോട്ടാ പോകണ്ടറിയില്ല, ഇങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുണ്ട്. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒരു പേടിയാവുണ്ടെങ്കിൽ ആക്ച്വലി വാവന്റെ കള്ള് തുടങ്ങിക്കണ്. തള്ള അതുവരെ ആളെ കിട്ടാൻ സങ്കടത്തിൽ തന്നെയാണ്. നമ്മള് ചേമ്പാറ പീക്കോ എന്തോ കാണാൻ പോണത്. ചെമ്പാറ പീക്ക്. ഞാൻ അതാ പറഞ്ഞ അവിടുത്തെ ഒരാളുടെ കുഴപ്പമില്ലായിരുന്നു. ഇങ്ങനെ റീച്ചാവണ്ട. ആൾക്കാരുണ്ട് കൈസ്, അപ്പൊ പ്രശ്നമില്ല. എന്താണ് മാനാ കൈസ്? മാനോ ഒരു ചെടിയല്ലോ അത്. ഇന്ന് പോയായിരുന്നു കറക്റ്റ് മാന കൊമ്പിട്ടിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല കാടാ തോന്നുന്നു. ഈ വഴിയാണോ? അപ്പുറത്തുകൂടി വഴിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് വണ്ടി എടുത്ത് വരെ. എന്നാല് എടാ സൗണ്ട് എടേ പശുവിനാണോ? കൊക്കുണ്ട് കൂടെ. എന്ത് മനസ്സ് എങ്ങനെ സമാധാനിപ്പിക്കുമ്പോ ഇവ പുലി വരണ വഴിയല്ല. നമ്മള് കണ്ടുപിടിച്ച അവസാനം ഇതാണ്. നമ്മൾ ഇത്രയും നേരം നോക്കി നടന്ന വ്യക്തി അതിനെ ഭയപ്പെടുത്തിയ ഒരു പുലിയാണെന്ന്. വീടുണ്ട് വീട് ഞങ്ങൾ ഇതിന്റെ സൗണ്ട് കേട്ടിട്ട് ഇത് പുലിയാണ് വിചാരിച്ചിരിക്കേനി. നിങ്ങളെല്ലാരും വിചാരിച്ചു കേട്ടോ. ഇതിന്റെ പേര് അവിടെ ഉണ്ട്. അതിന്റെ കുട്ടി അതൊരു അമ്മേനെയും കുട്ടീനെ വേറെ സ്ഥലത്ത് വെട്ടിട്ട് അപ്പൊ ഇവിടെ പശുനാണ് നമ്മുടെ ചിഹ്നം. അരിമാൽ ചുറ്റിക മറക്കരുത്. വെറുതെ നമ്മളെ കമ്മ്യൂണിസ്റ്റോട് ജയിച്ചത്. കാരണം ഇവിടെ കൊണ്ടുപോയിട്ട് പോലും വെച്ചിട്ട് നമ്മള് തിരിച്ചു പോവാണ്. അവിടെ ഒരു വീട്ടുകാരെ കണ്ടപ്പോ ഒരു പറഞ്ഞ് അതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല, അത് ഫോറസ്റ്റ് ഏരിയ ആണ്, ഫൈൻ അടിക്കുന്നു. സോ ഞങ്ങൾ തിരിച്ചു പോവാണ്. എന്നാലും ഫോറസ്റ്റ് ആകുമ്പോ പുലി ഉണ്ടാവും, എല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മള് ട്രെക്കിങ് കഴിഞ്ഞു, തിരിച്ചെത്തി. ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? എങ്ങനെ എക്സ്പീരിയൻസ്?
അതല്ല ട്രക്കിങ്ങിന്റെ എക്സ്പീരിയൻസ്. ഇത്രയും വലിയ കാട്ടിൽ പോയിട്ട് ഒരു അട്ടയ മാത്രം. ഗൈസ് ഇതാണ് അവസ്ഥ. വരുമ്പം നല്ല വെയില്, എന്തൊരു കയറ്റാണ്. അഞ്ചവിടെ 5 ചത്ത കിതച്ചിട്ട് ഒടുക്കത്തെ കയറ്റായിപ്പോയി. ഇറങ്ങാൻ നല്ല സുഖമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അപ്പോഴേ ഇറങ്ങുമ്പോൾ കൂളായിട്ട് ഇറങ്ങി പോവാ. കയറുമ്പോഴാണ് പണി. അത് കുത്താനുള്ള കയറ്റാ. ഞങ്ങൾ റിസോർട്ടിലെത്തി. റിസോർട്ടിൻ്റെ എൻട്രൻസ് എത്തിട്ടോ. വല്ലാത്തൊരു ട്രക്കിംഗ് ആയിപ്പോയി. പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കുറച്ച് പേടിച്ച്, അത് മാത്രം ഉണ്ട്. ഇനി പേടിക്കാനൊന്നും ഇല്ല, പക്ഷെ ഒരു കാടായപ്പോൾ ഞങ്ങൾ വെറുതെ പേടിച്ചത് ആക്ച്വലി. ഞങ്ങളങ്ങനെ റിസോർട്ട് എത്തി ഗൈസ്. ഇനി പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ കുറച്ച് സമയം. ഞാൻ കാണാനായിട്ട് കാണുന്ന പോലെ അവരുടെ തന്നെയാണ്. എന്റെ അച്ഛൻ നേരത്തെ എല്ലാം അയച്ചിക്കണേ. അതാണ് 25 വർഷം അയച്ചത്. നിങ്ങളല്ലാരും തന്നെ വിട്ട് ഞങ്ങൾ 25 ദിവസം ചെലവഴിച്ചോട്ടോ. കല്ലാക്കി ആൾക്കാരെ വേണം. അത് ഒന്നും പറഞ്ഞു നീ പറഞ്ഞ അയ്യോ അമിതേട്ടനെ വിളിച്ചില്ലുണ്ട് കല്യാണത്തിന്. കല്യാണം പിറന്നാളിന്. എനിക്ക് ഓർമ്മയുണ്ട്. ഡ്രസ് ഇട്ട് ഈ പ്ലേറ്റ് എവിടെ വെക്കണം? മലയാളം അർത്ഥനോ ഓനോട് പ്ലേറ്റ് എവിടെ വെക്കണം വെച്ചിട്ട് നീട്ട് പൊടി. ടൂർ പോയിട്ട് ഇങ്ങനെ ബ്ലോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്റെ ബ്ലോഗ് കാണാൻ ഭയങ്കര രസമാണ്. ആരാധകർ തിരയില് ഫാൻ ബോയ് ഗൈസ്, ഫാൻ ബോയ് ഫാൻ അങ്കിൾ ഗൈസ്. അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ എല്ലാവരും മാറ്റി. ഇപ്പം ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പം ഒരു 12 മണിക്കാണ് ആക്ച്വലി ചെക്കൗട്ട്. ഇപ്പൊ ഞങ്ങള് മാറ്റി ഇറങ്ങാൻ പോവാണ്. ഇവിടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു, റെഡി ആയി. എല്ലാവരും ഇപ്പൊ മാറ്റി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ ഫോട്ടോഷൂട്ടിലാണ്. അപ്പൊ ഞങ്ങളൊന്ന് ഇറങ്ങണം. ഇപ്പൊ റീൽ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് നിമിഷം നടക്കാൻ ചാൻസ് കുറവാണ്. ഇനിയിപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. പിന്നെ ഇപ്പോൾ ഭയങ്കര വെയിലുമാണ് പുറത്ത്. ഇങ്ങനെ എടുക്കാൻ കഴിയുമോന്നും അറിയില്ല. നീ എന്തെടുക്കാനുള്ളത് ഗൈസ്? ഇപ്പം നമ്മള് ഫോട്ടോഷൂട്ട് കഴിഞ്ഞതാണ് ഗൈസ്. നമ്മള് റിസോർട്ടോട് വിട പോലെയാണ്. ബാക്കി നമ്മൾ തന്നെ പറയും. അങ്ങനെ ഞങ്ങൾ നടക്കുന്ന ട്രിപ്പ് നടന്നു ഗൈസ്. നടക്കാൻ ട്രിപ്പ് ഗ്രൂപ്പിന്റെ പേര്. നടക്കൂലെന്ന് ഞങ്ങൾ അവസാന നിമിഷം വരെ വിചാരിച്ചത്. ഇനി ഒരു പ്രാവശ്യം റിസോർട്ട് ബുക്ക് ചെയ്ത് ക്യാൻസലാക്കി. 2ാമത്തെ പ്രാവശ്യമാണിത്. അയ്യോ നമ്മളിവിടെ പറയണ റിസോർട്ട് Come on guys, we can go. Let's go. Madaji calling. ഫോണൊക്കെ എടുത്തില്ലേ? ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു തേയിലത്തോട്ടം ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വൈറ്റ് ഹൗസിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. കൺട്രി അർജു എല്ലാരും ചോറുണ്ടോ? ഈ കാരണവര് ചോറ് തിന്നാണ്ടാ കൊണ്ടുവന്ന കൊണ്ടേക്ക്. എന്നിട്ട് അവിടുന്ന് ബിരിയാണി. എനിക്ക് ചോറ് മതി. നിങ്ങൾ പറഞ്ഞു പറഞ്ഞ ചോറൊക്കെ അതായത്. ആ എന്തൊക്കെയാണ് ചോറും അയിലക്കറിയും. ഫുഡ് അടിപൊളിയാട്ടോ. നല്ല ജ്യൂസി ചിക്കൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളൊക്കെ ഹാഫാണ് വാങ്ങിയത്. ഞാനും ഭാവിയൊക്കെ ഹാഫ് വാങ്ങിയത്. ബാക്കി എല്ലാവരും 4 ആൾക്കാരാണ് ഇവിടെ ഫുള്ള് വാങ്ങിയത്. ഹാഫ് തന്നെ എനിക്ക് തിന്നാൻ കഴിയുമെന്ന് അറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.
ഒരു ബായ് പറഞ്ഞിട്ട് പോ. വരണോ? അപ്പൊ ഇറങ്ങാൻ പറ്റില്ല. പെട്ടി കടക്കി എടുത്തോളി. വേണ്ട ഇനി മതി. മാവ് എടുക്കും. നോ ഗൈസ് അടച്ച മെല്ലെ സ്പീക്കർ വീഡിയോ ഓൺ ആക്കി എന്നാ ഇല്ലെങ്കിൽ സ്പീക്കർ റിസ്കി കൊണ്ടുപോയേനെ. പോയ വേഗം.